ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ മോഡൽ പേപ്പറാണ്. മാതൃക പരീക്ഷ ചോദ്യ പേപ്പറാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഈ ഒരു ചോദ്യ പേപ്പറിന് 66 മാർക്കാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് 66 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇനി വരുന്ന 10th പ്രിലിംസ് എക്സാമുകളിൽ ജയിച്ചിരിക്കും. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മോഡൽ പേപ്പേഴ്സ് കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ മോഡൽ പേപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഓരോ ദിവസം നമ്മൾ മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും, വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ എക്സാമിനെയും സിലബസിനനുസരിച്ചിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും അതുപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി വേദി. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി വേദി. ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 2024-25 വർഷത്തെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. 2024-25 വർഷത്തെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സഞ്ജു സാംസൺ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ്. ആൻസർ ഓപ്ഷൻ സി, മീററ്റ്. തപാൽ വകുപ്പ് പുറത്തിറക്കിയ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്മാരക സ്റ്റാമ്പുകളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടതേത്? തപാൽ വകുപ്പ് പുറത്തിറക്കിയ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്മാരക സ്റ്റാമ്പുകളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടതേത്? ആൻസർ ഓപ്ഷൻ എ, പാവക്കഥകളി. 2025 രസതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? 2025 രസതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ജോൺ എം മാർട്ടിനിസ്. വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ ശ്രീവിജയപുരം എവിടെയാണ്? വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയ ശ്രീവിജയപുരം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആൻഡമാനിൽ. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിടവാങ്ങിയ യുദ്ധവിമാനം ഏത്? 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിടവാങ്ങിയ യുദ്ധവിമാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, MiG-21. MiG-21. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഡാഷിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. എന്താണ്? സൗരയൂഥത്തിൻ്റെ അതിർത്തിയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട്, അതിർത്തിയായിട്ടുള്ള എന്തിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് നാസ വിക്ഷേപിച്ച ദൗത്യം ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീലിയോസ്ഫിയർ. ഹീലിയോസ്ഫിയർ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാജിയാങ് ഗ്രാൻഡ് കന്യോൺ നിർമ്മിച്ച രാജ്യമേത്? ആൻസർ ഓപ്ഷൻ ഡി, ചൈന. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം നേടിയ നോവൽ ഏത്? 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം നേടിയ നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി, തപോമയിയുടെ അച്ഛൻ. ആരുടേതാണ്? സന്തോഷ് കുമാറിൻ്റേതാണ് അല്ലേ? തപോമയിയുടെ അച്ഛൻ. 2025 ഏപ്രിലിൽ പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പി ചെസ്സിൽ കിരീടം നേടിയത് ആര്? 2025 ഏപ്രിലിൽ പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പി ചെസ്സിൽ കിരീടം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, കൊനേരു ഹംപി. കൊനേരു ഹംപി.
ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെ? ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ 2025 മെയ് 7 ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം. എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ 2025 മെയ് 7 ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം. ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, കേരളം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ ഡി, KG ശങ്കരപിള്ള. ഇന്ത്യയിലെ ഏക വനിതാ റഫേൽ പൈലറ്റ് ആരാണ്? ഇന്ത്യയിലെ ഏക വനിതാ റഫേൽ പൈലറ്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ശിവാംഗി സിംഗ്. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ഏത്? 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ലക്നൗ. അറ്റ്ലസ് എന്ന വെബ് ബ്രൗസർ പുറത്തിറക്കിയ കമ്പനി ഏത്? അറ്റ്ലസ് എന്ന വെബ് ബ്രൗസർ പുറത്തിറക്കിയ കമ്പനി ഏത്? ആൻസർ ഓപ്ഷൻ സി, ഓപ്പൺ AI. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിക്കുന്ന കൃതിയാണ് ബ്രഹ്മധർമ്മ. ശരിയാണ്. ബ്രഹ്മധർമ്മ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. തെറ്റാണ്. അതാണ് തെറ്റായ പ്രസ്താവന. ബ്രഹ്മസമാജത്തിലെ ബൈബിൾ എന്ന് ബ്രഹ്മധർമ്മ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലനാണ്. ശരിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ശാന്തിനികേതൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത്? ശാന്തിനികേതൻ സ്ഥാപിതമായതിൻ്റെ എത്രാം വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 125. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ശരിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ശരിയാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. അത് തെറ്റാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22 അത് ശരിയാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ചേരിചേരൽ നയം വരുന്നില്ല. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, പഞ്ചശീല തത്വങ്ങൾ എന്നിവ ഇന്ത്യയുടെ വിദേശ നയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. നെക്സ്റ്റ്, ഇന്ത്യ പാക് വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമകളും അവയുടെ സംവിധായകരും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക.
ആൻസർ ഓപ്ഷൻ ബി ഗരം ഹവ സത്യജിത്ത് റേ തെറ്റാണ്. മേഘ ദാക്കദാര ഋത്തിക് ഘട്ടക്, താമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. 1974 ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? 1974 ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ദിരാഗാന്ധി. താഴെ പറയുന്നതിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. താഴെ പറയുന്നതിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏത്? സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി CISR ആണ് വരാത്തത്. ICAR, ICMR, CSIR എന്നിവയൊക്കെ എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത്. ആൻസർ ഓപ്ഷൻ ബി നാനി പൽക്കിവാല. താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് തുല്യതയ്ക്കുള്ള അവകാശം. പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി 48A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 86-ാം ഭേദഗതിയിൽ 2002 86-ാം ഭേദഗതി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി അസം. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബൈതർണി. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? ഡെക്കാൻ നദികൾ. കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? ആൻസർ ഓപ്ഷൻ ബി തോറിയം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. ആനക്കയത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കശുവണ്ടി. എസ് കെ പൊറ്റക്കാട്ടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? ഓപ്ഷൻ സി ഇരുവഞ്ഞിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്?
ആൻസർ ഓപ്ഷൻ എ ആണ് വേമ്പനാട്ട് കായൽ. രണ്ടാമത്തേതാണ് അഷ്ടമുടി കായലാണ്. ശാസ്താംകോട്ടക്കായൽ ഏതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലേ. കേരള ജോഗ്രഫി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ ക്ലാസ്സുകളൊക്കെ? PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രീയ നാമം. ആൻസർ ഓപ്ഷൻ എ ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ്. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ്. താഴെ തന്നിരിക്കുന്നതിൽ നെല്ലിനം തിരഞ്ഞെടുക്കുക. നെല്ലിനം. ആൻസർ ഓപ്ഷൻ ഡി ആണ് അന്നപൂർണ്ണ. ഹ്രസ്വമൊക്കെ എന്താണ് നെല്ലിന ആണ് അല്ലേ. കഴിഞ്ഞ LGS എക്സാമിന് ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെല്ലിൻ്റെ പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണയാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഗിരിജയും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഗിരിജ എന്തിൻ്റെയായിരുന്നു? ഗോതമ്പിൻ്റെതായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ക്ലാസ്സുകളും തന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ വന്നിരിക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ എന്തായാലും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ അടുത്ത് നടന്ന LGS പരീക്ഷയിൽ ആ ഒരു ഭാഗത്ത് നിന്ന് SCERT ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ഇത് കഴിഞ്ഞ SCERTയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, ഒരു SCERTയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമല്ലാത്ത വ്യക്തി. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമല്ലാത്ത വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി അംഗദ് പ്രതാപ്. താഴെ പറയുന്നതിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, സൈലന്റ് വാലി പാലക്കാടാണ്. ബാക്കി 3 എന്താണ്? ഇരവിക്കുളം, മതികെട്ടാൻചോല, പാമ്പാടൻചോലയൊക്കെ ഇടുക്കിയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓപ്ഷൻ സി മലബാർ. AR നേപ്പ് കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? AR നേപ്പ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് വാഗൺ ട്രാജഡി. താഴെ പറയുന്നതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, വേലുത്തമ്പി കലാപം. കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് കൂത്താളി സമരം നടന്ന കാലഘട്ടം. കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് കൂത്താളി സമരം നടന്ന കാലഘട്ടം. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1940-50. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ K കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം. K കേളപ്പനോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 32. കേരളത്തിൽ 32 പേര്. കരളിൻ്റെ ധർമ്മങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? കരളിൻ്റെ ധർമ്മങ്ങളിൽ പെടുന്നത് ഏതെല്ലാം? ബയോളജിയിലെ SCERT ചാപ്റ്റേഴ്സ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു SCERT ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും നമ്മൾ ആ ചോദ്യങ്ങൾ, ആ ഒരു ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകൾ കാണാത്തില്ലെങ്കിൽ പോയി കാണാം. നമ്മൾ കമ്മ്യൂണിറ്റി ബോർഡ് LGS SCERT ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ VFA SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്? കരളിൻ്റെ ധർമ്മങ്ങളാണ് അല്ലേ. കരളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു സംബന്ധം കറക്റ്റ് SCERTയിൽ പറയുന്നുണ്ട്. അതാണ് കേട്ടോ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4 ശരിയാണ്. വിഷാംശം പുറന്തള്ളുക, ദഹനത്തിന് ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുക, പോഷകങ്ങൾ സംഭരിക്കുക, രക്തം ശുദ്ധീകരിക്കുക. ശരീരത്തിലെ മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെയും നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ശരീരത്തിലെ മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെയും നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി തൈറോക്സിൻ. നമ്മൾ അതിജീവിച്ച മഹാമാരികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിജീവിച്ച മഹാമാരികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് എയ്ഡ്സ്. വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എത്തിക്കുന്ന ന്യൂറോൺ ഏത്? വിവിധ ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എത്തിക്കുന്ന ന്യൂറോൺ ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് സംവേദ ന്യൂറോൺ. നവജാത ശിശുക്കളിലെ കശേരുക്കളുടെ എണ്ണം ഓപ്ഷൻ സി 33. കറക്റ്റ് SCRT ആണ്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്? ഓപ്ഷൻ എ വൃക്ക. രക്തത്തിലെ ഏതിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ. സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. കാള അസർ, ഓറിയൻ്റൽ സോർ, സാൻഡ് ഫ്ലൈ ഫീവർ. വായുവിലൂടെ പകരുന്ന രോഗമല്ലാത്തത് ടൈഫോയിഡ് ആണ് പകരുന്ന രോഗമല്ലാത്തത്. ഇൻഫ്ലുവൻസ, മുണ്ടിനീര്, ചിക്കൻ ബോക്സ് ഒക്കെ എന്താണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. സിറോഫ്താൽമിയ എന്നത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമാണ്? സിറോഫ്താൽമിയ ഓപ്ഷൻ ബി എ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തതയും സിറോഫ്താൽമിയയും ഉണ്ടാകുന്നത്. വേദനയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത്? ഓപ്ഷൻ സി ആണ് എൻഡോർഫിൻ. കേരളത്തിലെ നഗരചേരികളിൽ വസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നഗരചേരികളിൽ വസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഉഷസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹം ഏതാണ്? എന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ടൈപ്പ് 1. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉയർന്ന രക്തസമ്മർദ്ദം അല്ലേ? രക്തസമ്മർദ്ദത്തെക്കുറിച്ചിട്ട് PSC അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, LGS പരീക്ഷയിൽ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഉപ്പധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് അവിടെ തെറ്റായ പ്രസ്താവന. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാനായിട്ട് പറ്റും. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണമുണ്ടാകുന്ന രോഗം ഏത്? കൈകളുടെ ശുചിത്വക്കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ടൈഫോയിഡ്. വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ എ ഡ്യൂറാലുമിൻ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് കിലോമീറ്റർ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് ജെയിംസ് ചാഡ്വിക്ക്. J.J. തോംസൺ ഇലക്ട്രോൺ അല്ലേ? ഏണസ്റ്റ് റുദർഫോർഡോ? NRTC അല്ലേ കോഡ്? പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ J.J. തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദോലന ചലനമല്ലാത്തത് ഏത്? നമ്മൾ ഓരോ ടോപ്പിക് ബേസിൻ്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ചലനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും 2019 മുതൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന SCRT ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ദോലന ചലനമല്ലാത്തത്. ഇതൊക്കെയാണ് ദോലനത്തിന് എക്സാമ്പിൾ. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്. 2023 PK കാളൻ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് അധിയണം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ഇടുക്കിയിൽ പെരിയാർ ടൈഗർ റിസർവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം? ആൻസർ ഓപ്ഷൻ ബി മംഗളാദേവി. കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പത്തനംതിട്ട. MT വാസുദേവൻ നായരുടേതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ സി ഘോഷയാത്ര അല്ല. നിന്റെ ഓർമ്മയ്ക്ക് 4 കെട്ട്, ഗോപുര നടയിൽ എന്നിവ MT വാസുദേവൻ നായരുടെ കൃതികളാണ്.
2026 തോമസ് കപ്പ് നേടിയ ടീം ഏത്? തോമസ് കപ്പ്. ഓപ്ഷൻ ബി ആണ് ചൈന. നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ക്വസ്റ്റിനും ആൻസറും പറഞ്ഞു പോകുന്നുള്ളൂ. ശ്യാം ഒരു വരിയിൽ ഇടത്തു നിന്ന് 9ാമത്, വലത്ത് നിന്ന് 38ാമതായാൽ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ടാകും? ആൻസർ ഓപ്ഷൻ സി ആണ് 46. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി -21. 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 60 സെക്കൻഡ് കടന്നു പോകുന്നു. ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ നീളം 500 മീറ്റർ ആണെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഓപ്ഷൻ എ ആണ് 400 മീറ്റർ. ശ്രേണിയിലെ തെറ്റായ സംഖ്യ ഏത്? 18 ആണ് തെറ്റായ സംഖ്യ. ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സംഖ്യകളുടെയും വർഗ്ഗമാണ് കൂട്ടിയിരിക്കുന്നത്. 1 മുതൽ തുടർച്ചയായ സംഖ്യകളുടെ വർഗ്ഗമാണ് അവിടെ കൂട്ടിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 15 കഴിഞ്ഞാൽ പിന്നെ 16 ആണ് വരേണ്ടത്. നെക്സ്റ്റ് 0.25, 0.75, 0.5 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 1.5. ഏറ്റവും ചെറിയ ഏത് സംഖ്യയെ 10, 12, 15, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലാണ് ശിഷ്ടം 7, 9, 12, 17, 27 എന്നിവ യഥാക്രമം കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ എ 57. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 88 രണ്ട് സംഖ്യകളുടെയും തുക 17. അവയുടെ ഗുണനഫലം 72 ആയാൽ സംഖ്യകളുടെ ഉൽക്രമങ്ങളുടെ തുക എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 17/72. രണ്ട് സംഖ്യകളുടെ ഉസാഗു 23, ഉസാഗ 23, ലസാഗു 1449. ഒരു സംഖ്യ 207 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഇത്? ഓപ്ഷൻ ഡി 161. 90ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 92ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 93ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 94ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ സി. 99 ഓപ്ഷൻ ഡി 100 ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.